അപ്പൊ തുടങ്ങാല്ലേ? എന്താണ് ഇങ്ങനെ വെറുതെ പിടിച്ചാൽ മതിയോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പരമാവധി നേരത്തെ വരുന്നത് സ്വാർത്ഥ താല്പര്യമാണ്. കാരണം അധികം നേരം ക്യൂവിൽ നിൽക്കാതെ അധികം വെയിൽ കൊള്ളാതെ വോട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോടാണ്, രഞ്ജി പണിക്കരല്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളിയല്ല എന്നല്ലേ? അത് ആർക്കാ ആക്ഷേപമുള്ളത്? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? WCCക്ക് പ്രതിഷേധം ഉണ്ടായിരിക്കും. നമ്മൾ ഏത് കേസിലും അതിൻ്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും, മറുഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും. അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിന്ന് വരും. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. അല്ല, ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ്. ഞാനിതിൻ്റെ മുഴുവൻ ഇഴകീറി പരിശോധിച്ച ഒരാളല്ലല്ലോ. നിങ്ങളെക്കാൾ കുറെക്കൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൽ കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത. നിങ്ങളെന്താ കരുതുന്നത്? അല്ല, കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത്, പുറത്തുനിന്ന് ആരെങ്കിലും ആണോ? കുത്താതെ അളിയാ, ഒരബദ്ധം പറ്റിപ്പോയി. ഇതിലെ ഒരാൾക്ക് എനിക്കെതിരെ കള്ളത്തെളിവ് ഉണ്ടായി എന്ന്, അല്ലെങ്കിൽ എനിക്കെതിരെ കള്ളത്തെളിവ് ഉണ്ടാക്കി എന്ന് തോന്നിയാൽ അത് അയാളുടെ അഭിപ്രായമാണ്. ഞാനത് പരിശോധിക്കേണ്ട ഒരാളല്ലല്ലോ. ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത്? നിങ്ങളാണോ? മാധ്യമങ്ങൾ സംശയത്തിന്റെ നേരിലല്ലേ ഈ കാര്യത്തിൽ? എന്തുകൊണ്ടല്ല? എന്താ ഉറക്കം വരുന്നു? മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ലാന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ്, നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ? ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട്, അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും, ഇല്ലേ? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞോ? അല്ല, അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. നടി ഇതിന്റെ അകത്തൊരു ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? നടി ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ നടിയോട് ചോദിച്ചോ? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിൽ നിന്ന് എന്ത് സുഖം കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും അയാൾ കുറ്റവിമുക്തനാണെങ്കിൽ അയാളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത സംഘടനകൾക്ക് അവരവരുടെ നിയമാവലി പ്രകാരം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇതിലൊരു വലിയ നിരാശയുണ്ടല്ലേ? സങ്കടം വരുന്നുണ്ടോ? അല്ല, നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശ ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതെ കേട്ടോ. എന്നിട്ട് എവിടെയാ കൊടുത്തത്? ഹൈക്കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ അതും വിശ്വസിക്കുന്നില്ലേ? മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്ലേ, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ജുഡീഷ്യറി ഹൈക്കോടതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സംശയമനയിലാണോ? നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞൊന്ന് പറഞ്ഞു. ഹൈക്കോടതി സംശയ നിലവിലാണ്. കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത്? അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.